ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിന് പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ 3 ഖുതുബകളിലായി ഒരു കാലഘട്ടത്തിൻ്റെ നവോത്ഥാന നായകനായിരുന്ന ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുള്ളയുടെ ജീവിതവും സന്ദേശവുമായിരുന്നു നാം മനസ്സിലാക്കിയത്. സമകാലിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വവും കൂടിയാണ് മഹാനായ ഷെയ്ഖ് അവറുകൾ. അദ്ദേഹം പഠിപ്പിച്ച ആദർശത്തിൽ നിന്നും വിഭിന്നമായി കൊണ്ടും അദ്ദേഹം പഠിപ്പിക്കാത്ത ആദർശം അദ്ദേഹം പറഞ്ഞതായി കൊണ്ടും ചുറ്റുപാടും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഷെയ്ഖ് അവറുകളുടെ ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹിച്ച ഏറ്റവും വലിയ ബഹുമതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങളിൽ കൂടി ഒട്ടനവധി ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരുവാനും അങ്ങനെ അവരുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുവാനും അള്ളാഹു അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ ഷെയ്ഖ് അവറുകളെ മനസ്സിലാക്കിയവർ മുഹയ്യിദ്ദീൻ എന്നുള്ള അപരനാമവും അവർക്ക് നൽകി. ദീനിനെ ജീവിപ്പിച്ചയാൾ. ആ മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാ തൻ്റെ ജീവിതത്തിലുടനീളം തൗഹീദിന് വേണ്ടി പരിശ്രമിക്കുകയും ജനങ്ങളെ ആ തൗഹീദ് ഉൾക്കൊള്ളുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നതായി നാം മനസ്സിലാക്കുകയുണ്ടായി. ആ ഷെയ്ഖിൻ്റെ പേരിൽ ഒരുപാട് കാൽപ്പനിക കഥകൾ ജനങ്ങൾ വിശ്വസിക്കുകയാണ്. വാർത്താമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മഹാനവറുകളുടെ പേരിൽ നടക്കുന്ന, അല്ലെങ്കിൽ ആ മഹാനവറുകളുടെ പേരിൽ ഇന്നും ചിലർ വിശ്വസിക്കുന്ന കറാമത്തുകൾ. കറാമത്ത് എന്ന് പറയുന്ന അറബി വാക്കിൻ്റെ അർത്ഥം ആദരവ്, ബഹുമാനം എന്നൊക്കെയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്റാ 17-ാം അധ്യായത്തിലെ 70-ാമത്തെ ആയത്തിൽ വലഖദ് കറംനാ ബനി ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുകയാണ്. കറമ എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചത്. അതിൽ നിന്നും നിഷ്പന്നമായി വന്ന ഒരു പദമാണ്, ഒരു വാക്കാണ് കറാമത്ത് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു ആദരിച്ച ഒരു വിഭാഗത്തെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുകയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. തഖ്വയുള്ളവരെ അല്ലാഹു തആല ആദരിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവരെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത്. എങ്ങനെയാണ് അള്ളാഹു തആല അത്തരം ആൾക്കാരെ ആദരിക്കുക? അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കുന്നവരെ അള്ളാഹു ആദരിക്കുന്ന രീതിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്തു അൻഫാലിലെ 29-ാമത്തെ ആയത്തിൽ കൂടി വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ വിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം എങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, സത്യവും അസത്യവും വേർതിരിച്ചറിയുവാനുള്ള, വിവേചിക്കുവാനുള്ള ഒരു കഴിവ് അള്ളാഹു നിങ്ങൾക്ക് നൽകും. മാത്രവുമല്ല വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും, അള്ളാഹു നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരും, നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയുകയും ചെയ്യും. ആർക്ക്? അള്ളാഹുവിൻ്റെ സച്ചരിതരായ തഖ്വയോടുകൂടി ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു ആദരവാണ് ഈ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 65-ാം അധ്യായമായ സൂറത്ത് ത്വലാഖ് അതിലെ 2-3 ആയത്തുകളിൽ കൂടി
അള്ളാഹുവിനെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവർക്ക് റഹ്മാനായ റബ്ബ് നൽകുന്ന ചില അനുഗ്രഹങ്ങൾ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് അള്ളാഹു ഒരു പോംവഴി നൽകുമെന്നാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. അവർ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു തആല അവർക്ക് റിസ്കുകൾ നൽകുമെന്നാണ്. ഇത് തഖ്വയുള്ളവർക്ക്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അടിയാറുകൾക്ക് റഹ്മാനായ റബ്ബ് നൽകുന്ന അനുഗ്രഹമെന്നാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ അള്ളാഹു പല രീതിയിലും ആദരിച്ചിട്ടുണ്ട് പലരെയും, പ്രത്യേകിച്ച് വിശ്വാസികളെ. വിശുദ്ധ ഖുർആനിൽ കറാമത്ത് നൽകിയ ഒരു സ്ത്രീ രത്നത്തെക്കുറിച്ച് അള്ളാഹു വിശേഷിപ്പിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രിയപ്പെട്ട മാതാവായ മറിയം റളിയല്ലാഹു അൻഹ, അവർക്ക് അല്ലാഹു തആല നൽകിയ കറാമത്ത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 3-ാം അധ്യായമായ സൂറത്ത് ആലി ഇംറാനിലെ 37-38 ആയത്തുകൾ. മഹാനായ സക്കരിയ അലൈഹിമുസ്സലാത്തു വസ്സലാം അവരുടെ അധീനതയിലാണ് മറിയം റളിയല്ലാഹു തആല അൻഹ മസ്ജിദിൻ്റെ മെഹ്റാബിൽ കഴിഞ്ഞിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പലപ്പോഴൊക്കെ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ക്ഷേമാന്വേഷണം അന്വേഷിക്കുവാനായി മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പള്ളിയുടെ മെഹ്റാബിൽ വന്നുകൊണ്ട് ക്ഷേമാന്വേഷണം നടത്തുന്നതായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മെഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ. അങ്ങനെ മറിയം റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരുമ്പോൾ അവിടെ ആഹാരങ്ങൾ കാണുവാൻ സാധിക്കും, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും. ആരും കൊടുത്തതായിട്ടും സക്കരിയക്ക് അറിയില്ല. ഇത് കണ്ടുകൊണ്ട് മഹദിയോട് ചോദിക്കുന്ന ഒരു വർത്തമാനം വിശുദ്ധ ഖുർആൻ ഇപ്രകാരം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖാല യാ മറിയം അന്നാ ലക്കി ഹാദാ. ഈ ഭക്ഷണങ്ങളൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും മറിയം റളിയല്ലാഹു അൻഹ പറയുന്ന മറുപടി ഖാലത് ഹുവ മിൻ ഇൻദില്ലാ. ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു അവനുദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ റിസ്കുകൾ, ഉപജീവനം നൽകും എന്നും വിശുദ്ധ ഖുർആനിൽ റഹ്മാനായ റബ്ബ് മറിയം റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ കറാമത്ത് നേരിട്ട് കണ്ട മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി ഒരു കുഞ്ഞിനെ കാണുവാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി റബ്ബിനോട് നൈരന്തര്യമായി പ്രാർത്ഥിക്കുന്ന വേളയിലാണ് മഹദി മറിയം റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കറാമത്ത് കാണുന്നത്. ആ കറാമത്ത് കണ്ട മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരിൽ നിന്നാണോ കറാമത്ത് പ്രകടമായത് അവരോടല്ല, അഥവാ മറിയം റളിയല്ലാഹു അൻഹയോടല്ല തൻ്റെ ആവശ്യം ചോദിക്കുന്നത്. നേരെ മറിച്ച് റഹ്മാനായ റബ്ബിൻ്റെ ആ കറാമത്ത് നൽകിയവനാരോ ആ റബ്ബിൻ്റെ അടുക്കൽ അവിടെ വെച്ചുകൊണ്ട് ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, അവിടെ വെച്ചുകൊണ്ട് സക്കരിയ നബി പ്രാർത്ഥിക്കുകയാണ്. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. അല്ലാഹുവേ, എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ, നല്ല ഒരു മകളെ നീ നൽകണം എന്ന് റഹ്മാനായ റബ്ബിനോട് അവിടെ വച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നക സമീഉ ദുആ. നീ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണല്ലോ അല്ലാഹ്, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്നുള്ള മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് മെഹ്റാബിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതായി വിശുദ്ധ ഖുർആൻ. അങ്ങനെ ആ സക്കരിയ നബിക്ക് ആ പ്രാർത്ഥനയുടെ പരിണിത ഫലമായി കുഞ്ഞിനെ നൽകിയതായും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, തഖ്വയോടുകൂടി ജീവിക്കുന്ന സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പല രീതിയിലും ആദരിക്കാറുണ്ട്. പല രീതിയിലും അള്ളാഹു സഹായിച്ചേക്കാം. ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിക്കൊണ്ടായിരിക്കാം അള്ളാഹു തആല ആ മനുഷ്യനെ ആദരിക്കുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കൂടി എന്തെങ്കിലും പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ ഖളാ ഖദറിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്തതിൻ്റെ കാരണം കൊണ്ട് ആ ഖളാ ഖദറിലുള്ള ആ പ്രയാസങ്ങൾ, ബലാകൾ റഹ്മാനായ റബ്ബ് മാറ്റിക്കൊടുക്കും. അങ്ങനെ പല രീതിയിലും അള്ളാഹു തആല ആ മനുഷ്യനെ, തഖ്വയോടുകൂടി ജീവിക്കുന്ന
ആ വിശ്വാസിയെ പരിഗണിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ കൂടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനാമൃതങ്ങളിൽ കൂടിയും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. താബിഈ പ്രമുഖനായ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു സ്വഹാബി എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും പ്രവാചകനെ കാണാത്ത, പ്രവാചകന്റെ അടുക്കൽ ജീവിക്കാത്ത, പ്രവാചകരിൽ നിന്നും ഒഴിയാത്ത മഹാനായ ഒരു വലിയ ഒരു താബിഈ പണ്ഡിതനാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സംബന്ധിച്ച് മഹാനായ പ്രവാചകൻ നേരിട്ട് കണ്ടില്ല. കാണാതെ തന്നെ വഹയിന്റെ അടിസ്ഥാനത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, നിന്റെ ഭരണകാലഘട്ടത്ത് ഇങ്ങനെ ഒരാൾ ഈ മക്കയിൽ വരുമ്പോൾ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ അദ്ദേഹത്തോട് നീ വസിയ്യത്ത് ചെയ്യണം. അദ്ദേഹം അള്ളാഹുവിൻ്റെ ഒരു വലിയപ്പെട്ടയാളാണ്. അങ്ങനെ കാലഘട്ടം ഒരുപാട് കഴിഞ്ഞു. മഹാനായ പ്രവാചകരുടെ വഫാത്തിന് ശേഷം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും വഫാത്തിന് ശേഷം മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ വരികയാണ്. അവരോട് ചോദിക്കുകയാണ്, ഉവൈസുൽ ഖർനി നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? അറിയുകയാണ്. പ്രവാചകർ പഠിപ്പിച്ച അടയാളങ്ങളൊക്കെ വച്ചുകൊണ്ട് ഉവൈസുൽ ഖർനിയെ മനസ്സിലാക്കുകയും ആ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്ത സംഭവം സ്വഹീഹ് മുസ്ലിം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നാം വായിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയെ സംബന്ധിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബനൂ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ വലിയുടെ ചരിത്രം. ആ മഹാനായ വലി റളിയല്ലാഹു അൻഹു സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമ്മയുടെ വാക്കിന് ഉത്തരം നൽകണമോ വേണ്ടയോ എന്നുള്ള ആ ഒരു ആശങ്ക നിലനിൽക്കെ തന്നെ അള്ളാഹുവിൻ്റെ മുനാജാത്തിൽ അദ്ദേഹം പരിഗണിച്ചുകൊണ്ട് ഉമ്മയുടെ വാക്ക് കേൾക്കാതെ നമസ്കാരം പൂർത്തീകരിച്ച ആ സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അവിടെ വെച്ചുകൊണ്ട് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ആ മകനെതിരെ പ്രാർത്ഥിക്കുന്നത് ഒരു വലിയന്റെ അടയാളമായി ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെട്ടു കിടക്കുകയാണ്. അവിടെ ആ വലിയത്തായ മഹദിയെ റഹ്മാനായ റബ്ബ് പരിഗണിച്ചത് ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയുമല്ലോ, വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായമായ സൂറത്തുൽ കഹ്ഫ്, അതിൽ കുറെ യുവാക്കളുടെ ചരിത്രം റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ 13 മുതലുള്ള ആയത്തുകളിൽ റഹ്മാനായ റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. അവരുടെ വർത്തമാനം നിനക്ക് നാം പറഞ്ഞു തരട്ടെയോ? ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. റബ്ബിൽ വിശ്വസിച്ച ഏതാനും യുവാക്കൾ, ആ യുവാക്കൾ റബ്ബിൽ വിശ്വസിച്ചതിന്റെ കാരണമായിട്ട് സന്മാർഗം നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്താണ് അവരുടെ പ്രത്യേകത? വറബതുനാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ധിക്കാരിയായ ഒരു രാജാവിൻ്റെ മുന്നിൽ എണീറ്റ് നിന്നുകൊണ്ട് ആ യുവാക്കൾ പ്രഖ്യാപിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ആകാശഭൂമികളെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിനോടല്ലാതെ ഞങ്ങൾ ഒരു ശക്തിയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. ലൻ നദ്ഉവ മിൻ ദൂനിഹി, അല്ലാഹു ഒഴികെ ഒരാളെയും ഞങ്ങൾ വിളിച്ചു തേടി പ്രാർത്ഥിക്കുകയില്ല എന്ന് പറഞ്ഞ ആ യുവാക്കളെ പിടികൂടുവാനായിട്ട് രാജകൽപ്പന വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അവിടെ നിന്നും രക്ഷപ്പെട്ട് ഒരു ഗുഹയിൽ അകപ്പെടുകയും 309 വർഷം വരെയും ആ ഗുഹയിൽ അവരെ അല്ലാഹു തആല ഉറക്കിക്കിടത്തിയെന്ന് വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 300 വർഷവും അതോടൊപ്പം 3 വർഷം അധികമായും ആ യുവാക്കളെ നാം ആ ഗുഹക്കകത്ത് ഉറക്കിക്കിടത്തി. അവർ പോലും അറിയാതെ, ആ വലിയകളായ യുവാക്കൾ പോലും എത്ര വർഷമാണ് ഉറങ്ങിക്കിടന്നത് എന്നുള്ള കാര്യം അവർക്ക് അറിയുമായിരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ ആ യുവാക്കളായ അള്ളാഹുവിൻ്റെ വലിയുകളെ ആ ഗുഹയിൽ സംരക്ഷിച്ചതും അള്ളാഹുവിൻ്റെ ഒരു കറാമത്താണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാമല്ലോ,
പുരുഷ സ്പർശനമില്ലാതെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം മഹദി മറിയം റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു നൽകിയ ഒരു ആദരവാണ് എന്ന് മുഫസ്സിരീങ്ങൾ നമുക്ക് രേഖപ്പെടുത്തുകയാണ്. ഇനി സ്വഹീഹുൽ ബുഖാരിയിൽ കറാമത്തിനെ സംബന്ധിച്ച് വ്യക്തമായ രേഖകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാന്മാരായിട്ടുള്ള രണ്ട് സ്വഹാബാക്കൾ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു, ഇബാദത്ത് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, ആ രണ്ട് സ്വഹാബാക്കൾ അവരെ സംബന്ധിച്ച് സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസിൽ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖറജനാ മിൻ ഇൻദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാ നമസ്കാരത്തിന് ശേഷം പ്രവാചകരുടെ അടുക്കൽ നിന്നും അവരുടെ വീടുകളിലേക്ക് പുറപ്പെട്ട ആ രണ്ട് സ്വഹാബാക്കൾ കുറ്റാക്കൂരിട്ടുള്ള ആ രാത്രി എന്നാണ് ഹദീസിൽ വിശേഷിപ്പിക്കുന്നത്. ഫീ ലൈലത്തിൻ മുളലിമത്തിൻ, വളരെ ഇരുട്ടുള്ള ഒരു രാത്രിയിലാണ് ആ രണ്ട് സ്വഹാബാക്കളും പ്രവാചകരുടെ മസ്ജിദിൽ നിന്നും അവരുടെ വീടുകളിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയത്. വമഅഹുമാ മിസ്ലുൽ മിസ്ബാഹൈൻ യുളിആനി ബൈന ഐദീഹിമാ, അവരോടൊപ്പം വിളക്ക് പോലെ രണ്ട് പ്രകാശം അവരുടെ മുന്നിൽ കടന്നുപോയി എന്ന് ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. വേറെ ഒരു സഹായവുമില്ല. കുറ്റാക്കൂരിട്ടുള്ള ആ രാത്രിയിൽ അവർ നടന്നു പോകുന്നതിൻ്റെ മുൻവശത്തുകൂടി, അവർ രണ്ടുപേരുടെയും മുൻഭാഗത്തോടുകൂടി രണ്ട് പ്രകാശം പോലെ അവർക്ക് സഹായകമായി പോയി എന്നാണ്. ഏതുവരെ അവർ രണ്ടുപേരും വഴിപിരിഞ്ഞപ്പോൾ അവർ രണ്ടുപേരുടെയും മുന്നിൽ ആ പ്രകാശം പോവുകയും അവരുടെ വീട് എത്തുന്നത് വരെയും അള്ളാഹുവിൻ്റെ ഒരു കറാമത്ത്, ഒരു പ്രകാശമായി അവിടെ രൂപപ്പെട്ടു എന്ന് സ്വഹീഹുൽ ബുഖാരിയുടെ 3639 നമ്പർ ഹദീസിൽ വ്യക്തമായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത്തരം കറാമത്തുകൾ കൊണ്ട് ആ മഹാന്മാരായ സ്വഹാബികൾ അതൊരു ജീവിത മാർഗമായി അവരുടെ ജീവിതത്തെ കണ്ടില്ല എന്നുള്ളതാണ് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ കറാമത്ത് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതുപോലെ കറാമത്തുകൾ ഉണ്ടായേക്കാം, ആദരവുകൾ ഉണ്ടായേക്കാം. നമ്മുടെ പഴമക്കാർ പറയുന്നത് പോലെ വലിയ വലിയ പ്രയാസങ്ങൾ ഐസ് ബ്രേക്കായി പോകുന്നത് പോലെ, മഞ്ഞുരുക്കം പോലെ പോകുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ഓരോ വിശ്വാസികളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഈ പ്രഭാഷണം കേൾക്കുന്ന, ഈ ഖുതുബ കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിലും എത്രയോ പ്രയാസങ്ങൾ, മല പോലെയുള്ള കാര്യങ്ങൾ അല്ലാഹു തആല വളരെ മൃദുവായ രീതിയിൽ മാറ്റിക്കളയുന്ന എത്രയോ അനുഭവങ്ങൾ ഒരുപക്ഷെ അല്ലാഹു തആല നമ്മുടെ തഖ്വ കൊണ്ട്, നമ്മുടെ ജീവിത വിശുദ്ധി കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്ന ആദരവായിരിക്കാം. അതുകൊണ്ട് എനിക്ക് കറാമത്തുണ്ട് എന്നുള്ള ഒരു ആത്മപ്രശംസ ഒരാളിലും ഉണ്ടാകരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയുമല്ലോ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രജകളോട് പറയുന്ന ആ ഒരു രംഗം, എത്രയോ കിലോമീറ്ററുകൾ ദൂരെയുള്ള ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരുവാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ആരെ കൊണ്ട് സാധിക്കും? യാ അയ്യുഹൽ മലഅ അയ്യുക്കും യഅതീനി ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. ആ ബൽഖീസ് മുസ്ലിമാകുന്നതിന് മുമ്പ്, എൻ്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് അവരുടെ സിംഹാസനം കൊണ്ടുവരുവാൻ ആരുണ്ട്? മുഫസ്സിരീങ്ങൾ 2-3 കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുകയാണ്. ഒന്ന്, ആ പ്രവാചകന്റെ പ്രാർത്ഥന കൊണ്ട്, മലക്കുകൾ കൊണ്ട് എത്തിച്ചു എന്നും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതല്ല, അവിടെയുള്ള ഏറ്റവും വലിയ വിജ്ഞാനിയായ ഒരു മനുഷ്യൻ പറഞ്ഞു വന്നാണ്. ആ സദസ്സിൽ സുലൈമാൻ നബി ഉണ്ടായിരിക്കെ മറ്റൊരു ഏറ്റവും വലിയ വിജ്ഞാനി സുലൈമാൻ നബി അല്ലാതെ വേറെയില്ല. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു മുഅ്ജിസത്തായിട്ട് ഈ വിഷയത്തെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഈ അനുഗ്രഹങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ഒരു രംഗം, ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറ അം അക്ഫുർ. ഇത് എൻ്റെ റബ്ബിൻ്റെ ഏറ്റവും വലിയ ഒരു ഔദാര്യമാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകിയത് ഏറ്റവും വലിയ ഫളലാണ്. ഇത് എനിക്കുള്ള ആത്മപ്രശംസയായി ഞാൻ പരിഗണിക്കുന്നില്ല. കാരണം ലിയബ്ലുവനി, ഇത് എന്നെ ഒരുപക്ഷെ പരീക്ഷിക്കുവാൻ വേണ്ടിയായിരിക്കാം. അല്ലെങ്കിൽ എന്നെ ലിയബ്ലുവനി അഷ്കുറ അം അക്ഫുർ,
ഞാൻ നിഷേധിയാണെന്ന് എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടിയായിരിക്കാം എൻ്റെ റബ്ബ് ഇത് എന്നെ പരിഗണിച്ചത് എന്ന് പറയുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് സൂറത്തു നംലിലെ 36 മുതലുള്ള ആയത്തുകളിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളെ, തഖ്വയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുത്തഖിയായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെയുള്ള കറാമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുന്നത് കാനൂ യഖാഫൂന മിനൽ കറാമാത്തി കമാ യഖാഫൂന മിൻ അൻവാഇൽ ബലാ. എന്താണ്? വിവിധതരം പരീക്ഷണങ്ങളെ നാം ഭയക്കുന്നുവല്ലോ, പരീക്ഷണങ്ങളെ നാം ഭയക്കുന്നത് പോലെ കറാമത്തുകളെയും നാം ഭയക്കണം. യഖാഫൂന മിനൽ കറാമാത്ത്. വിശ്വാസികൾക്ക് അങ്ങനെ എന്തെങ്കിലും അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നും പരിഗണന എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ നാം അതിനെ ഭയക്കണം. ഏതുപോലെ? ബലാകൾ പോലെ, പരീക്ഷണങ്ങൾ പോലെ. കാരണം ഈ ആദരവ് കൊണ്ട് അള്ളാഹു എന്നെ പരീക്ഷിച്ചാലോ? അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ മഹാന്മാരായ സ്വഹാബികൾക്ക് ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, ആലിമായ ഒരു മനുഷ്യന് അല്ലാഹു തആല നിഅമത്ത് നൽകി അവസാനം അഹങ്കാരിയായി മുർത്തദ്ദായി പോയതായി വിശുദ്ധ ഖുർആനിൽ കൂടി എത്രയോ സംഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ആ കറാമത്ത് ഒരുപക്ഷെ മരിച്ചതിന് ശേഷവും നമുക്ക് അല്ലാഹു തആല നൽകിയേക്കാം, നമ്മൾ പോലും അറിയുകയില്ല. മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. പ്രവാചകരുടെ ഏറ്റവും വലിയ സ്വഹാബിയായിരുന്നു ആസിം റളിയല്ലാഹു അൻഹു. രണാങ്കണത്തിൽ യുദ്ധം ചെയ്ത് നേതൃത്വം കൊടുത്ത് ആസിം റളിയല്ലാഹു അൻഹു പല ഖുറൈശികളെയും കൊന്നുകളഞ്ഞു. അതിൻ്റെ പ്രതികാരദാഹമായിട്ട് ഒരിക്കൽ ആസിം റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ കൊന്നുകളഞ്ഞു. ആ ഖുറൈശികൾ കൊന്നത് ആസിം തന്നെയാണോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഖുറൈശികളുടെ നേതാവ് പറഞ്ഞു, ആ ആസിമിൻ്റെ ഗളച്ഛേദം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവരണം, തളികയിൽ വെച്ച് കൊണ്ടുവരണം എന്ന് ഖുറൈശി നേതാവ് ഖുറൈശികളോട് ആജ്ഞാപിച്ചു. അങ്ങനെ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ വിച്ഛേദിക്കുവാനായിട്ട് ഖുറൈശികളിൽ പലരും വന്നപ്പോൾ അടുക്കുവാൻ കഴിയാതെ തേനീച്ച കൂട്ടങ്ങൾ കൊണ്ട് ആ ആസിം റളിയല്ലാഹു അൻഹുവിനെ സംരക്ഷിച്ചു എന്ന് ബുഖാരി പോലെയുള്ള ഹദീസുകളിൽ കൃത്യമായി നാം മനസ്സിലാക്കുകയാണ്. അവിടെ അല്ലാഹു തആല മരണശേഷവും ആസിം റളിയല്ലാഹു തആല അൻഹുവിനെ ആദരിച്ചത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആസിം റളിയല്ലാഹു അൻഹു പോലും അറിയില്ല. അത് അല്ലാഹു തആല സത്യവിശ്വാസികളെ വഫാത്തിന് ശേഷവും ബഹുമാനിക്കുന്ന രീതിയെ സംബന്ധിച്ച് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ടാണ് ഈ കറാമത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അഖിലവും പറഞ്ഞത്, നിങ്ങൾക്ക് ജീവിതത്തിൽ അല്ലാഹു തആല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആദരവുകൾ ഉണ്ട് എന്ന് തോന്നിയാൽ, വല്ല കറാമത്തുകളും നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിയാൽ അതിനെ മൂടി വെക്കണം, അതിനെ പരസ്യപ്പെടുത്തരുത്. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ കൃത്യമായി അൽ ഗുനിയത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 2ാം വാള്യം 163-ാമത്തെ പേജിൽ വ്യക്തമാക്കുകയാണ്, ലി അന്ന മിൻ ഷർത്തിൽ വിലായത്തി കത്മാനുൽ കറാമാത്ത്. തീർച്ചയായും ഒരു വിലായത്തിന്റെ നിബന്ധന എന്ന് പറയുന്നത് കത്മാനുൽ കറാമാത്ത്, കറാമത്തുകളെ മൂടി വെക്കുക എന്നുള്ളതാണ്. ഒരാളോടും പറയരുത്. എത്രത്തോളം ചില പണ്ഡിതന്മാർ പറഞ്ഞു, സ്ത്രീകൾക്കുണ്ടാകുന്ന ആ മെൻസസ് എങ്ങനെയാണോ അവർ പുറത്തു പറയാതിരിക്കുന്നത് അതുപോലെ മൂടി വെക്കണമെന്നാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്. അതാണ് ഷേഖ് അവറുകൾ പറയുന്നത്, വമിൻ ശുറൂത്തിൻ നുബുവ്വത്തി വരിസാലത്തി ഇൽഹാറുൽ മുഅ്ജിസാത്ത്. കാരണം സന്ദേശത്തിന്റെയും നുബുവ്വത്തിന്റെയും നിബന്ധന ആ മുഅ്ജിസത്ത് പ്രകടമാക്കണം. പ്രവാചകനാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ആ മുഅ്ജിസത്ത് പ്രകടമാക്കണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. പക്ഷേ ഒരു വലിയന് എന്തെങ്കിലുമൊക്കെ കറാമത്തുകൾ സംഭവിച്ചാൽ, ഒരു ആദരവെന്തെങ്കിലും ലഭ്യമായാൽ അത് മൂടിവെക്കുക എന്നുള്ളതാണ് ശുറൂത്തിൽപ്പെട്ടത് എന്ന് ഷേഖ് അവറുകൾ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരാൾക്കൊരു വിലായത്ത് അല്ലെങ്കിൽ ഒരു കറാമത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ അപകടങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് ഒരാളുടെയും വിശ്വാസം അങ്ങനെ ഒരു വിശ്വാസം ശരിയല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അയാൾ കറാമത്തിൻ്റെ വലിയ ഒരു മഹാനാണ്, അയാൾക്ക് ഒരുപാട് അപകടങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയകളിൽ കൂടി കറാമത്തിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, 4 ഖലീഫമാർ
സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബാക്കളിൽ ആദ്യത്തെ 4 സ്വഹാബിമാർ, 4 ഖലീഫമാർ. അവരിൽ ആദ്യത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒഴികെ ബാക്കി 3 സ്വഹാബാക്കളും വധിക്കപ്പെടുകയാണ് ഉണ്ടായത് ശത്രുക്കളുടെ കയ്യാൽ. ആ വധം പോലും, ആ വധശിക്ഷ പോലും രക്ഷപ്പെടുത്തുവാൻ അവരെ കൊണ്ട് സാധിച്ചില്ല എന്ന് ചരിത്രം നമ്മെ രേഖപ്പെടുത്തുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശത്രുക്കൾ വധിച്ചു കളഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന ജൂതൻ, ഒരു മജൂസിയുടെ കഠാര കൊണ്ട് സുബ്ഹ് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന സമയത്താണ് ആ മജൂസി മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചു കളഞ്ഞത്. അങ്ങനെയാണ് എത്രയോ ചരിത്രങ്ങൾ. നമുക്കറിയാമല്ലോ, സത്യവിശ്വാസികൾക്ക് മാതൃകയായി 2 സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടുത്തുന്ന സൂറത്തു തഹരീമിലെ 11ാമത്തെ ആയത്തിൽ ആ 2 പേരുടെയും പ്രാർത്ഥന കാണാം. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലതു റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. മറിയം റളിയല്ലാഹു അൻഹയുടെയും ആസിയ റളിയല്ലാഹു അൻഹയുടെയും പ്രാർത്ഥനകളാണ് സത്യവിശ്വാസികൾക്ക് മാതൃകയായ 2 സ്ത്രീരത്നങ്ങൾ. മറിയം റളിയല്ലാഹു തആല അൻഹുവിന് നേരെയുണ്ടായ ആരോപണങ്ങൾ അവരെ കൊണ്ട് തടുക്കുവാൻ സാധിച്ചോ? ഒരുപാട് ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയയായ മഹദി ആസിയ റളിയല്ലാഹു അൻഹ ഒരിക്കലും സാധിച്ചിട്ടുള്ളൂ. ഇത് അള്ളാഹുവിൻ്റെ വലിയകളിൽപ്പെട്ടവരാണ്. അവരുടെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങൾ, ദുരാരോപണങ്ങൾ, മർദ്ദനങ്ങൾ അവർക്ക് തടുക്കുവാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് വിശ്വാസികളെ കറാമത്ത് എന്ന് പറയുന്നത്. നെല്ലും പതിരും വേറിട്ട് മനസ്സിലാക്കുക വേണം സത്യവിശ്വാസികൾ. നമ്മുടെ നാടുകളിൽ കറാമത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാൽപ്പനിക കഥകൾ കേട്ടുകൊണ്ട് ആ കറാമത്തിന് പിന്നാലെ പോവുകയും ആ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് അടുക്കൽ ചെന്നുകൊണ്ട് അവരോട് തന്നെ സങ്കടങ്ങൾ പറയുന്ന വലിയ ഒരു ദുരവസ്ഥയാണ് ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായം കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം മഹാനായ ശൈഖ് അവറുകൾ പറഞ്ഞ ഉദ്ധരണിയാണ് നാം ഇവിടെ കേട്ടത്. ഒരു വിശ്വാസിക്ക് ഒരു വലിയന് എന്തെങ്കിലുമൊക്കെ കറാമത്തുകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ മറച്ചു വയ്ക്കണം എന്ന് പറഞ്ഞ മഹാനായ ശൈഖ് അവറുകളുടെ പേരിൽ തന്നെ എന്തെല്ലാം കള്ളക്കറാമത്തുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. ശൈഖ് അവറുകൾ പറഞ്ഞു പോലും, നിലവേറും ഇശാ തൊഴുതോരുവാലെ 40 റ്റാണ്ടോളം സുബഹ് തൊഴുതോവർ. ഇസ്ലാമിന്റെ ഘടകവിരുദ്ധമാണ് ഈ ആശയം. 40 വർഷം ഇശായിനെടുത്ത ഒളിവ് കൊണ്ട് സുബഹ് നമസ്കരിച്ചു എന്ന് പറയുന്നത് ഇസ്ലാമികമല്ല. 40 വർഷം ഉറങ്ങിയിട്ടില്ലെന്നാണ് ഈ മാലക്കാരൻ ഇവിടെ പറയുന്നത്. അങ്ങനെ ഒളിവുണ്ടെങ്കിൽ തന്നെ ഒളിവ് പുതുക്കൽ സുന്നത്താണ്. പക്ഷെ കഥയിൽ ചോദ്യമില്ലല്ലോ. ശൈഖ് അവറുകളുടെ പേരിലുള്ള കറാമത്തുകളാണ്. 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം ഒരു കുളിച്ചോവർ. മഅദല്ലാഹ്. ഇതിൻ്റെയൊക്കെ വിശദീകരണത്തിൽ ഇവരുടെ പണ്ഡിതന്മാർ പറയുകയാണ്, ഐസ് കട്ട പോലെയുള്ള തണുപ്പുള്ള രാത്രിയിലാണ് ശൈഖ് അവറുകൾക്ക് ഒരു രാത്രിയിൽ 40 പ്രാവശ്യം ജനാബത്തുണ്ടാവുകയും 40 പ്രാവശ്യം അദ്ദേഹം കുളിക്കുകയും ചെയ്തു എന്നുള്ള ഈ കള്ളക്കറാമത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശൈഖിനെ കുറിച്ചാണ്. അവരെ തടിയെല്ലാം ഫലദാനത്തായാരെ അങ്ങനെ എത്തിരാ സങ്കിടം തീർത്തോവർ. ശൈഖ് അവറുകൾക്ക് ഒരുപാട് തടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള മുരീദന്മാരെ സഹായിച്ചുകൊണ്ടേയിരുന്നു എന്ന് ഈ കള്ളക്കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ മാലക്കാരൻ. അതുകൊണ്ടാണ് ബഗ്ദാദിൽ ജീവിച്ചിരുന്ന ശൈഖ് അവറുകളെ കണ്ടുകൊണ്ട് അവിടെയുള്ള ആൾക്കാർ ചോദിച്ചുവത്രേ, എന്തേ ശൈഖേ നിങ്ങൾ നമസ്കരിക്കാത്തത്? നിങ്ങൾ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നതായി ഞങ്ങൾ കാണുന്നില്ലല്ലോ. വേറെ കള്ളമാണ്, കാൽപ്പനിക കഥ. ശൈഖ് അവറുകളുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നുമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു ശരീരം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ സ്വഹാബികൾക്കും ഒന്നിൽ കൂടുതൽ തടിയില്ല. ഒരൊറ്റ സ്വഹാബി ഒറ്റ തടി മാത്രമേ അവർക്കെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമസ്കരിക്കാത്ത ശൈഖിനെ കണ്ടുകൊണ്ട് ആ ബഗ്ദാദുകാർ ചോദിക്കുകയാണ്, എന്തേ ശൈഖേ നിങ്ങൾ നമസ്കരിക്കുന്നില്ല?
ഇത് കേൾക്കുമ്പോഴേക്കും ശൈഖ് അവറുകൾ പറഞ്ഞതുപോലെ എന്താണ് പറഞ്ഞത്? വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത. നിങ്ങൾക്കറിയില്ല, ഞാൻ ജീവിക്കുന്നത് ബഗ്ദാദിലാണെങ്കിലും എൻ്റെ തടി മക്കത്താണ്. അവിടെയുള്ള എൻ്റെ തടി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നഊദു ബില്ലാഹ്. ഇതൊക്കെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഏത് ശൈഖ്? കറാമത്തുണ്ടായാൽ അത് മറ്റുള്ളവരോട് പറയരുത് എന്ന് പഠിപ്പിച്ച ശൈഖിന്റെ പേരിൽ തന്നെ ഏറ്റവും പൊള്ളയായ കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് കാശിയെയും ആശയെയും ഒന്നുപോലെ വിറ്റ് കാശാക്കുന്ന എത്രയോ മുസ്ലിം നാമധാരികളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. വിശ്വാസികളെ, എത്രത്തോളം ശൈഖിനെ കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അറിയുമോ സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ അറിവ് ശൈഖ് അവറുകൾക്കുണ്ട് എന്ന് ശൈഖ് അവറുകൾ പറഞ്ഞതായി ഇവർ വിശ്വസിക്കുകയാണ്. ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്ന് ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി തരാം. ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ട്, എത്ര റംലത്തുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് എണ്ണി പഠിപ്പിച്ചു തരാം. അല്ലാഹുവിന്റെ അറിവെല്ലാം എനിക്കുണ്ട്. നഊദു ബില്ലാഹ്. അല്ലാഹുവിന് എന്തെല്ലാം അറിവുകളുണ്ടോ അതെല്ലാം എനിക്കുണ്ട്. അതിന്റെ അക്ഷരങ്ങൾ പോലും ക്ലിപ്തപ്പെടുത്തി ഞാൻ പറഞ്ഞു തരാം. കടലിലെ തിരമാലകൾ എത്രയുണ്ടോ അതും ഞാൻ എണ്ണി ക്ലിപ്തപ്പെടുത്തി തരാം എന്ന് ശൈഖ് അവറുകൾ പറഞ്ഞതായി ഈ ജാഹിലുകൾ എഴുതി വച്ചിരിക്കുകയാണ്. വിശ്വാസികളെ, ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഇവരുടെ ഭീഷണി എന്താണ്? എൻ്റെ വചനത്തെ പൊയ്യൊന്ന് ചൊല്ലുകൾ അപ്പോളെ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ. അവരുടെ ദീനയും ശേഷം ദുനിയാവയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ. ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ അവനെ കൊന്നുകളയുന്ന നഞ്ഞായി ഞാൻ മാറും. അവരുടെ ദീനും പോകും, അവരുടെ ദുനിയാവും പോകും, ആഖിറവും പോക്കിക്കളയും എന്ന് ശൈഖ് അവറുകൾ പറയുന്ന ഈ ഭീഷണി കണ്ടുകൊണ്ടാണ് പലരും ഇന്ന് മാല മൗലൂദുകളെ വലിയ ഭവ്യതയോടുകൂടി കാണുന്നത്. വിശ്വാസികളെ, ഇതൊന്നും ദീനല്ല, ഇതൊന്നും യഥാർത്ഥ കറാമത്തല്ല. വിശ്വാസികളെ, എന്തെങ്കിലും അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് പിന്നാലെ പോകുന്നവൻ ജാഹിലുകളാണെന്ന് കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. കിതാബുൽ അദ്കിയ എന്ന് പറയുന്ന സമസ്തയുടെ 7ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ പുസ്തകത്തിൽ പോലും കൃത്യമായി പറയുന്ന ഒരു കാര്യം അവരുടെ പണ്ഡിതന്മാര് തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഒരാളിൽ നിന്ന് അന്തരീക്ഷത്തിൽ പറക്കൽ പോലെയുള്ള അസാധാരണ സംഭവങ്ങൾ കണ്ടാൽ പോലും ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം ശൈഖോ വലിയോ അല്ലെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി പറ, നമുക്ക് പരിചയമുള്ള വലിയ നമസ്കരിച്ചിട്ടുണ്ടോ? നോമ്പ് പിടിച്ചിട്ടുണ്ടോ? ഔറത്ത് പോലും കൃത്യമായി അവർ പാലിച്ചിട്ടുണ്ടോ? അങ്ങനെ കുളിക്കാതെ നനക്കാതെ ജീവിച്ച് മരിച്ചു പോയവർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. വിശ്വാസികളെ, ഔലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിയാറുകളാണ്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ഖുതുബയിൽ കൂടി മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വലിയുകൾക്കുണ്ടാകുന്ന അസാധാരണമായ ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം. അതിൻ്റെ പേരിൽ ഒരു വ്യവസായം കെട്ടിപ്പടുക്കുവാനോ അവിടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുവാനോ അതിൻ്റെ പേരിൽ കച്ചവടവൽക്കരണം നടത്തുവാനോ ഇസ്ലാം ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. നെല്ലും പതിരും വേറിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തെ നാം സമീപിക്കുക. അല്ലാഹു അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.